ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ലോകം വളരെ സുന്ദരമാണ്. അവിടെ സമ്മർദ്ദങ്ങളില്ല. സമ്മർദ്ദ ചിന്തകൾ മുഴുവൻ മനുഷ്യൻ്റെ മനസ്സിനുള്ളിലാണ്. മനുഷ്യൻ്റെ സമ്മർദ്ദങ്ങൾ കുറച്ചെങ്കിലും കുറയ്ക്കാൻ യൂത്ത് ഗൈഡ് സഹായകമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. യൂത്ത് ഗൈഡിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകുന്നതിനായി നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ഫാമിലി കൗൺസിലറായ ശ്രീമതി ഗ്രേസ് ലാലാണ്. മാഡത്തിന് ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീസസ് യൂത്ത് പ്രൊഫഷണൽ മിനിസ്ട്രീസിൻ്റെ കോർഡിനേറ്ററായ മിസ്റ്റർ നവീൻ ജോസഫ് നമ്മോടൊപ്പമുണ്ട്. നവീനും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മാഡം, നമുക്ക് നേരിട്ട് കത്തുകളിലേക്ക് പോകാമെന്ന് കരുതുന്നു. ധാരാളം കത്തുകൾ യൂത്ത് ഗൈഡിലേക്ക് വരുന്നുണ്ട്. ഇത് ഒരു യുവാവിൻ്റെ കത്താണ്. ഞാൻ MCA കഴിഞ്ഞ 22 വയസ്സുള്ള ഒരു യുവാവാണ്. ഒരു സ്ഥാപനത്തിൽ ട്രെയിനി ആയിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ പ്രശ്നം അടുത്ത വീട്ടിലെ വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമായിട്ടുള്ള ബന്ധമാണ്. അവരുടെ ഭർത്താവ് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നു. എനിക്ക് ഈ ബന്ധത്തിൽ നിന്നും പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അവ വീണ്ടും ഫോൺ വിളിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? ഈ കാലഘട്ടത്തിൽ ധാരാളം ചെറുപ്പക്കാർ പോയി ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അതിൻ്റെ ഒരു ടിപ്പിക്കൽ ഒരു ഉദാഹരണമാണ് ഈ കത്ത്. എൻ്റെ 2 കാരണങ്ങളാണ് അതിനകത്ത് ഞാൻ കാണുന്നത്. ഒന്ന്, ഹസ്ബൻഡ് പുറത്ത് ജോലി ചെയ്യുമ്പോൾ നാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീ. അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അവർക്ക് അവരുടെ സ്നേഹം അല്ലെ അവരുടെ സന്തോഷം പങ്കുവയ്ക്കാൻ ഒരാളെ വേണം. അപ്പോൾ ആ ആളെ കണ്ടുപിടിക്കുന്നത് അയൽവക്കത്തെ വീട്ടിലെ ചെറുപ്പക്കാരനെ. ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനും വേണം ഒരു കൂട്ടം. അത് കൂടെ പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ അത് വേറെ അർത്ഥത്തിലേക്ക് പോകും. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് ആരും തെറ്റിദ്ധരിക്കത്തില്ല, കല്യാണം കഴിച്ച സ്ത്രീയാണ്, പിള്ളേരുള്ള സ്ത്രീയാണ്, അപ്പോൾ അവനൊരു സേഫ് സോണിലാണെന്നുള്ള ധാരണ അവനും വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുക സ്വാഭാവികമാണ്. പക്ഷേ ഇത് വളരെ അപകടകരമായ 2 കുടുംബങ്ങളുടെ തകർച്ചയാണ് ഇതിനകത്ത്. 2 കുടുംബങ്ങളുടെ അല്ല, ഇൻഡയറക്റ്റായിട്ട് വരുമ്പോൾ വേറെ ഒത്തിരി പേര്. കാരണം 2 കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു. അവരുടെ അമ്മ ചീത്തയാണെന്ന് അറിയുമ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വേദനകൾ, അവരുടെ ഭാവി, ഇതെല്ലാം ഇതിനകത്ത് ബാധിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ആദ്യം നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. കാരണം അവനെ സംബന്ധിച്ചുള്ള അവൻ ആ ടീനേജിൻ്റെ ഒരു പീക്ക് ടൈമാണ്, പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ആ പ്രായത്തിൽ ഓപ്പോസിറ്റ് സെക്സിനോട് ഇഷ്ടം തോന്നുക സ്വാഭാവികമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പ്രായമുള്ളവരോട് കൂടുതൽ താല്പര്യം തോന്നുന്നു എന്ന് പറയുമ്പോൾ, ഒന്ന്, അവർ കല്യാണം കഴിച്ച സ്ത്രീ ആയതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും വരത്തില്ല എന്ന് അവൻ വിശ്വസിക്കുന്നു. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് മണി ആണ്, പണമാണ്. അപ്പം ഇവളുടെ കയ്യിൽ ഹസ്ബൻഡ് വെളിയിലാണ്, പണം വരുന്നുണ്ട്, ഇവൻ്റെ ആവശ്യത്തിനുള്ള പണം ഒരുപക്ഷെ ഇവളുടെ കയ്യിൽ നിന്ന് ഇവന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ 2 കാരണങ്ങളാണ് ഇങ്ങനെയുള്ള കല്യാണം കഴിച്ചവരിലേക്ക് ആകർഷിക്കാൻ ചെറുപ്പക്കാരെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഭർത്താവ് വിദേശത്താണ്, ഇവളെ വിശ്വസിച്ച് 2 കുഞ്ഞുങ്ങളെ വിശ്വസിച്ച് ഒരു കുടുംബം വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് ദൂരെ പോയി കിടന്ന് ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവിശ്വസ്തയായ ഒരു ഭാര്യയായിട്ട് ഇവൾ മാറുകയാണ്. പക്ഷെ അവൾക്കൊരിക്കലും ഇപ്പോഴാ കുറ്റബോധമോ പാപബോധമോ തോന്നുന്നില്ല, അവളുടെ പ്രായത്തിൻ്റെയാണ്. കുറേ കഴിയുമ്പോഴത്തേക്ക് ഇത് കുഴപ്പങ്ങളിലേക്ക് ചെന്നപ്പെടും. കാരണം പിന്നെ ഹസ്ബൻഡിനോട് താല്പര്യമില്ലാതെ വരും, ഹസ്ബൻഡിൻ്റെ ഫോൺ കോളുകൾ അവൾക്ക് താല്പര്യമില്ലാതെ വരും, ഈ ചെറുപ്പക്കാരനൊത്ത് കറങ്ങാനായിട്ട് അങ്ങനെ വരുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഇവൾ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇതെന്തായാലും ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ടത് എത്രയും പെട്ടെന്ന് അവൻ അതിനകത്തു നിന്ന് മാറുക എന്നുള്ളതാണ്. 3-4 കാര്യങ്ങൾ അവന് ചെയ്യാം. ഒന്ന്, കാണുന്ന സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ആ സ്ത്രീയുമായിട്ടുള്ള ആ കോണ്ടാക്ട്സ്, ഫോണാണെങ്കിലും നമ്പർ മാറുക, അല്ലെങ്കിൽ ഫോണിൽ ഇനി അവരെ വിളിക്കുന്നില്ല എന്ന് വെക്കുക. അവരുമായിട്ടുള്ള സംസാരങ്ങളാണ് അവനെ കൂടുതൽ അതിനകത്തേക്ക് പ്രേരിപ്പിക്കുന്നത്. അവനെ ഒത്തിരി കാര്യങ്ങളിലേക്ക് അവൻ്റെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്ത് വിടാം. കാരണം പഠിക്കുന്ന കുട്ടിയാണ്, അവന് ധാരാളം പഠിക്കാനുണ്ട്, ജോലി ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ അവന് ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അവന് രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകാം, ഓടാൻ പോകാം, അല്ലെങ്കിൽ ജിമ്മിൽ പോകാം. അവൻ വേറെ കാര്യങ്ങളിലേക്ക് അവൻ്റെ മൈൻഡിനെ തിരിച്ചു വിടണം. ഇതിപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം കല്യാണം എന്ന് പറയുന്നത് കഴിക്കാതെ തന്നെ കല്യാണം കഴിച്ചതെല്ലാം എൻജോയ് ചെയ്യാണ്. കല്യാണം കഴിക്കാതെ ഇപ്പോൾ അവൻ നോക്കി, ഇനിയിപ്പോൾ കല്യാണം കഴിക്കേണ്ട തലവേദനകളൊന്നും തലേ കയറ്റണ്ടല്ലോ, ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, എല്ലാ സുഖങ്ങളും അവനിവിടെ കിട്ടുന്നുണ്ട് ഈസി ആയിട്ട്. അപ്പോൾ അത് ഒരു എന്താ പറയുക, എസ്കേപ്പിസം. അവന് ചിലപ്പോൾ വിവാഹ ജീവിതത്തോട് വെറുപ്പ് വരാൻ, പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനോട് നീതി പുലർത്താൻ പറ്റത്തില്ല, അങ്ങനെ സംശയരോഗത്തിലേക്ക് വരാം, പാരനോയിഡ് മെൻറ്റാലിറ്റി വളർന്നു വരാം,
ഒത്തിരി കുഴപ്പങ്ങളിൽ ആ ചെറുപ്പക്കാരൻ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് കട്ട് ചെയ്യണം. അവനെ കട്ട് ചെയ്യാനുള്ള മാർഗങ്ങളെന്ന് പറയുന്നത് സ്റ്റോപ്പ് ഇറ്റെന്ന് മൈൻഡിനോട് ആജ്ഞാപിച്ച് നിർത്തുക എന്നുള്ളത്. നവീൻ, എന്തുകൊണ്ടായിരിക്കാം ഇന്നത്തെ ചെറുപ്പക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വഴുതി പോകുന്നത്? എനിക്ക് തോന്നിയത് ഈ ബ്ലൂ ഫിലിമുകളുടെ ഒരു അതിപ്രസരം, അങ്ങനത്തെ മാസികകൾ വായിക്കുന്നത്, അതിനകത്തൊക്കെ ഇങ്ങനത്തെ ധാരാളം സിറ്റുവേഷൻസ് അവർ സൃഷ്ടിച്ചാണ് പല സ്റ്റോറികളും ഉണ്ടാക്കുന്നതെന്നൊക്കെ കേൾക്കാനിടയായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നതായിട്ട് പങ്കുവെച്ചും പലരും ഷെയർ ചെയ്തും കേട്ടിട്ടുണ്ട്. അത് അവരുടെ ഇമാജിനേഷൻസിനെ സ്വാധീനിക്കുന്നു. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ഏജിൽ ഇങ്ങനത്തെ ഒരു താല്പര്യം ഓപ്പോസിറ്റ് സെക്സിനോട് ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ ഈ ഇമാജിനേഷൻസും ഇതും കൂടെ മിക്സ് ആയിട്ട് അവർ അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുക. പിന്നെ ഈ ഗൾഫിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്ത് ഭർത്താവും ഭാര്യ നാട്ടിലും അങ്ങനത്തെ ധാരാളം കേസുകളും ഇതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴത്തേക്കും ആളുകൾ അങ്ങനെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനത്തെ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ. MCA കഴിഞ്ഞിട്ടുള്ള ഒരാൾ ഇപ്പം തീരെ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളല്ല, എഡ്യൂക്കേഷൻ ഉള്ള ആളാണ്, അതിന് ആഗ്രഹമുണ്ട്. എന്നാൽ പോലും ഇങ്ങനെ ആഗ്രഹമുള്ള ആളുകൾ പോലും ഇങ്ങനെ വീണു പോകുന്ന തരത്തിലേക്ക് ചെറുപ്പം മുതലേ തെറ്റായ പുസ്തകങ്ങൾ വായിക്കുന്നതും സിനിമകൾ കാണുന്നതും, ഇവൻ നമ്മുടെ ഇപ്പം TV സീരിയലുകൾ വരെ പോലും ഇങ്ങനത്തെ ധാരാളം സംഭവങ്ങൾ വളരെ സോഷ്യലാകുന്ന രീതിയിലും സ്പ്രെഡ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ മീഡിയാസിൽ പോലും. ഇതൊക്കെ അങ്ങനെ ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നത്തെ യുവജനങ്ങൾ കാണുന്നുണ്ട്, കുറേ പേരെങ്കിലും കാണുന്നുണ്ട്. ഇപ്പം വീട്ടമ്മ ഒരുപക്ഷെ ഇത് കാണുന്നുണ്ടാവാം. അവരുടെയൊക്കെ സ്വഭാവത്തിനെ അത് സ്വാധീനിക്കുന്നുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു പിന്നീട് അവരുടെ ഒരു ചെറിയൊരു ബന്ധത്തിൽ ആരംഭിച്ച് പിന്നെ അതിലേക്ക് എൻഡപ്പ് ചെയ്യുന്ന രീതിയിൽ ഷെയർ ചെയ്യാറുണ്ട്. കുറച്ച് ഫ്രീഡത്തോടു കൂടി സംസാരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇവരറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിക്കപ്പെടുകയും അതിലൂടെ ഇവരുടെ ഇമാജിനേഷൻസും ഫാൻറ്റസീസും ഒക്കെ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലേക്ക് അത് ബിൽഡ് ചെയ്യപ്പെടുന്നതായിട്ട് പല യുവജനങ്ങളും ഷെയർ ചെയ്ത് അത് വലിയ ട്രാപ്പിൽ വന്ന് വീഴുന്ന രീതിയിൽ എൻഡപ്പ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരു ഫോർമേഷൻ സ്റ്റേജിൽ തന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ കുറേയെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ഒരു ചിന്തകൾ സ്വാധീനിക്കാതെ നിൽക്കുമെന്ന് തോന്നുന്നു ബ്ലൂ ഫിലിം. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് അടുത്തില്ല എന്നത് മാത്രമായിരിക്കുമോ കാരണം ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഇല്ല, ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹം ഭർത്താവിൽ നിന്ന് കിട്ടുന്നില്ലായിരിക്കും, ഒരു റൊമാൻസ്. അതിപ്പോൾ അയാൾ വല്ലപ്പോഴും വെള്ളിയാഴ്ച ദിവസങ്ങളിലെങ്ങാണ് ഫോൺ ചെയ്യും, എന്നാണ്ട് വിശേഷം, പിള്ളേർ സുഖമായിരിക്കുന്നോ, ഇല്ല കാര്യങ്ങൾ പൈസ അയച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. കാരണം ഒരു വർക്കഹോളിക് ആയിട്ടുള്ള ഒരു ഭർത്താവ് അല്ലെങ്കിൽ വെളിയിലത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അവർ വെളുപ്പിനെ പോകുന്നു, രാത്രി വരുന്നു. അപ്പോൾ അവർക്ക് ആ റൊമാൻസ് ചിലപ്പോൾ നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഈ സ്ത്രീ ഇവനെ ട്രാപ്പിലാക്കുന്നുണ്ടെന്നുള്ള ഒരു സത്യം അവൻ മനസ്സിലാക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് തിരിച്ചു വരുമ്പം ഇവർ അവോയ്ഡ് ചെയ്യും. അതിവൻ ആ സത്യം ഇവൻ മനസ്സിലാക്കുന്നില്ല. കാരണം ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചിലതൊക്കെയുണ്ട്. നീ സുന്ദരിയാണ്, അല്ലെങ്കിൽ നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതെല്ലാം ഈ ചെറുപ്പക്കാരൻ ഇവരുടെ ചെവിയിൽ പറയുമല്ലോ. അപ്പം ഇവനെ മുതലെടുക്കുന്നു. അല്ല, ഇത്തരം സ്ത്രീകൾ ചെറിയ കുട്ടികളെ മുതലെടുക്കുന്നു. അത് കുട്ടികൾ തിരിച്ചറിയണം. കാരണം അത് പണം കൊടുത്തോ, ഗിഫ്റ്റ് കൊടുത്തോ, പെർഫ്യൂം കൊടുത്തോ, പിന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇവന് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇവൻ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് ഇവളിങ്ങനെ കറക്കി നിർത്തിയിരിക്കുകയാണ് ഇവളുടെ ആ ചുറ്റും. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊന്നും വിട്ടുപോകാൻ അവന് പറ്റുന്നില്ല. അപ്പം അതിനകത്ത് ആ സ്ത്രീ ഇത്തരം സ്ത്രീകൾ ധാരാളം ഉണ്ട്. ആ സ്ത്രീ ഒരു വലിയ തെറ്റ ചെയ്യുന്നു എന്നൊരു ബോധ്യം അവൾക്കും വരുന്നില്ല. കാരണം ഹസ്ബൻഡ് സ്ഥലത്തില്ല, എനിക്ക് സന്തോഷം വേണ്ടേ, ജസ്റ്റ് ഫ്രണ്ട്സ്, അത് എല്ലാത്തിനും ഇപ്പം അങ്ങനെയാണ് പറയുന്നത്. അവനെൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ അവരെൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ചെന്ന് പിള്ളേരെ കളിപ്പിച്ചു, അല്ലെ പിള്ളേരുടെ കൂടെ കളിക്കാൻ അങ്ങനെ ഒരാളായി, അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇത്തരം ചെറുപ്പക്കാർ ആത്മഹത്യയിലേക്കും ആത്മഹത്യ ടെൻഡൻസിയിലേക്കും ഒക്കെ പോയിട്ടുള്ള ധാരാളം കേസുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയും നമ്മുടെ ആ ടീനേജിലൊക്കെ വരുമ്പോഴത്തേക്ക് അമ്മമാരും ഒക്കെ പതുക്കെ ഈ ആൺകുട്ടികളെ പ്രത്യേകിച്ച് ഒന്ന് അകറ്റി നിർത്താം. അവരൊന്ന് കെട്ടിപ്പിടിക്കാനോ ഒരു ഉമ്മ വയ്ക്കാനോ തലോടാനോ ഒന്നും അമ്മമാർ ചിലപ്പോൾ തയ്യാറായില്ല. അവൻ വലിയ കുട്ടിയായി, പിന്നെ കുട്ടികളും പറയാം അമ്മ തൊടണ്ട. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ ഈ കുട്ടിക്ക് കെട്ടിപ്പിടിക്കാനും ഈ തലോടാനും ഉള്ള ഒരു ഇഷ്ടം കിടപ്പുണ്ട്. അപ്പം അത് അമ്മയിൽ നിന്നോ ചേച്ചിയിൽ നിന്നോ വല്യമ്മച്ചിയിൽ നിന്നോ ഒക്കെ കിട്ടേണ്ടതാണ് പിള്ളേർ വളരുന്ന സമയത്ത്. അല്ലെ അമ്മ ഒന്ന് മോനേന്ന് വിളിക്കുന്നില്ല, ചക്കരേന്ന് വിളിക്കുന്നില്ല, കുട്ടാന്ന് വിളിക്കുന്നില്ല, ഇതെല്ലാം വിളിക്കുന്ന ഈ സ്ത്രീ ആയിരിക്കും. അപ്പം ഈ സ്ത്രീ ഇവനെ മോനേന്ന് വിളിക്കുന്നു, പൊന്നേന്ന് വിളിക്കുന്നു, ചക്കരേന്ന് വിളിക്കുന്നു, നിന്നെ എനിക്ക് കാണാതിരിക്കാൻ മേലടാ, നിന്റെ സ്വരം കേൾക്കാതിരിക്കാൻ മേലടാ എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവന് കിട്ടാതെ പോകുന്ന പലതും അവിടെ കിട്ടുന്നു. അതാണ് അവൻ കൂടെ പിന്നെ അങ്ങോട്ട് ആകർഷിക്കപ്പെടാനുള്ള കാരണം. അപ്പോൾ അതൊരു ട്രാപ്പാണ്, അവൾ പിടിച്ചു നിർത്തുന്ന വഴിയാണെന്നുള്ളത് അവൻ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള
ഫ്രണ്ട്ഷിപ്പുള്ള ധാരാളം ചെറുപ്പക്കാരോടും എനിക്ക് കൊടുക്കാനുള്ള ഉപദേശം ഇത് തന്നെയാണ്. അത് പാടില്ല ഒരിക്കലും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രായത്തിൽ മുതിർന്നവരുമായി ഒരിക്കലും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കരുത്. ഇപ്പോൾ ആൺപെൺ സൗഹൃദങ്ങൾ കൂടെ പഠിക്കുന്നവരോടാകാം, കൂടെ ജോലി ചെയ്യുന്നവരോടാകാം, പക്ഷെ അതിനെല്ലാം ഒരു പരിധി വേണം. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ കുറച്ചും കൂടി അവന് ഒരു നല്ല കുമ്പസാരമൊക്കെ നടത്തി കുറച്ചുകൂടി വിശുദ്ധിയുള്ള ഒരു ജീവിതത്തിലേക്ക് വരിക. പള്ളിപ്പാനും കൂടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനും മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാനും ഈ സെക്ഷുവാലിറ്റി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അത് അവന് ആഗ്രഹങ്ങളുണ്ടാകും. അപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കേണ്ട, അത് ഉണ്ടാവും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പോൾ അതൊരു നാച്ചുറൽ ഫിനോമിനയാണ്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ, അതായത് വേണ്ടാത്ത വീഡിയോസ് അല്ലെങ്കിൽ പടങ്ങൾ, മാഗസിൻസ്, ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാതിരിക്കുക, ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക, കഥ കടച്ച് മുറിയിൽ ഇരിക്കാതിരിക്കുക, കഴിയുന്നത്ര പുറത്തേക്ക് ഇറങ്ങുക. അവൻ്റെ ആ സെക്ഷൽ എനർജി വേറൊരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് വിടണം. അത് സ്പിരിച്വൽ എനർജി ആകാം, വേറെ ഏതെങ്കിലും തരത്തിലുള്ള എനർജി ആകാം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവന് പതുക്കെ ഈ ബന്ധത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് സാധിക്കും. അമ്മയോടടുക്കട്ടെ അവൻ. അമ്മയുടെ അടുത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും അമ്മയുടെ കൂട്ടത്തിൽ ഇച്ചിരി വർത്താനം പറഞ്ഞിരിക്കാനും അമ്മമാർക്കത് പറ്റും. ആ മക്കളെ കൂടുതലൊന്ന് ചേർത്ത് വെക്കുകയാണെങ്കിൽ അവർ വേറെ വേണ്ടാത്ത ബന്ധങ്ങളിലേക്ക് പോകത്തില്ല. ഇല്ലെങ്കിൽ ഇവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ഭാര്യയോട് ഇവന് നീതി പുലർത്താൻ പറ്റത്തില്ല. പിന്നെ അവൾക്കിനി ഭർത്താവ് വരുമ്പോൾ അവിടെ ഒരു വിശുദ്ധമായ ഒരു ബന്ധം, അവൾക്കൊരു കുറ്റബോധം പാവബോധം ഉണ്ടാകും. പെട്ടെന്നായിരിക്കില്ല, കുറെ കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ അങ്ങനെ രണ്ട് ഫാമിലി പോവുകയാണ്. പിന്നെ മക്കളെ നന്നായി വളർത്തുമ്പോൾ ഒരു അമ്മ എന്നുള്ള രീതിയിൽ അമ്മയാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ എന്താ പറയുക നന്മ, ദൈവത്തിന് പകരമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ അമ്മ വിശുദ്ധയല്ല അല്ലെങ്കിൽ അവിശ്വസ്തയാണെന്ന് മക്കൾ അറിയുമ്പോൾ അവരുടെ മുന്നിൽ പിന്നെ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം മാനസിക വൈകല്യങ്ങളാണ്. അത് ഭാവിയിൽ മാനസിക രോഗമായി മാറും. പേഴ്സണാലിറ്റി ഡീവിയേഷൻസ് ആണ് ഇതൊക്കെ. അപ്പം അത് തിരിച്ചറിയാനായിട്ട് അവർ ശ്രമിക്കുക. ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് നല്ല ഫ്രണ്ട്ഷിപ്പ് വേറെ ഉണ്ടാക്കുക. നവീനിൻ്റെ സുഹൃത്താണ് ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നവീൻ എന്ത് മറുപടി ആയിരിക്കും നൽകുക, എന്ത് ഉപദേശമായിരിക്കും ആ സുഹൃത്തിന് നൽകുക? ഇതേ സിറ്റുവേഷനുള്ള ഒരു സുഹൃത്താണെങ്കിൽ ഉറപ്പായിട്ടും അവന് സർട്ടിഫിക്കേഷൻസ് ഒക്കെ ചെയ്യുക എന്നുള്ളത് IT പ്രൊഫഷണൽ സൈഡിലുള്ള ആളുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കരിയർ ബിൽഡ് ചെയ്യാനായിട്ടുള്ള സമയം അതിന് നല്ലപോലെ എഫർട്ടും ടൈമും ഇടേണ്ടതാണ്. അപ്പം മാം പറഞ്ഞ പോലെ അവൻ്റെ ടൈം അങ്ങനെ എനർജി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഡിവൈറ്റ് ചെയ്യുക എന്നുള്ളത് അവൻ്റെ ഫോക്കസ് അങ്ങ് ഷിഫ്റ്റ് ആകും കുറേയെങ്കിലും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാം പറഞ്ഞ എനിക്ക് തോന്നി ആ കുമ്പസാരത്തിലേക്ക് അവനുള്ളിൽ ആഗ്രഹം ഉണ്ടെന്നുള്ളതാണ് ഈ കത്ത് അവസാനിപ്പിക്കാൻ മനസ്സിലാവുന്നത്. അപ്പോൾ അത് അവനൊരു അനുതാപത്തിലേക്ക് നയിക്കും. ഒരു ആഴമായ പശ്ചാത്തലത്തോടുള്ള ഒരു കുമ്പസാരത്തിൽ തന്നെ കുറേയേറെ അവനൊരു വിടുതലിൻ്റെ ഒരു ഇത് കിട്ടും. പിന്നെ അവൻ പ്രാർത്ഥനയിൽ ആഴപ്പെടുകയും അവൻ്റെ കരിയറിൽ കുറേ കൂടെ ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ വീടിന് അയൽവക്കത്തുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ സാഹചര്യം ഒഴിവാക്കാൻ വേണമെങ്കിൽ അവന് കുറച്ച് മാറി കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ കുറച്ച് മാറി ഒരു സ്ഥലത്ത് പോയി ജോലി അന്വേഷിക്കുകയും അല്ലെങ്കിൽ ട്രെയിനിങ്ങിനോ സർട്ടിഫിക്കേഷനോ ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷനോ പോയി കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും അതിൽ നിന്നൊരു ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനം ആ നമ്പർ അവൻ കട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ വിളിക്കാനുള്ള സാഹചര്യം ഒഴിവാകും. പിന്നെ നാച്ചുറലായിട്ട് അപ്പോൾ അതിൽ നിന്ന് മാറാൻ പറ്റും, ഒരു ഗ്രേസ് കിട്ടും അതിൽ നിന്ന് പുറത്ത് വരാനായിട്ടുള്ളത്. ഈ അലസന്റെ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പോരെയാന്നാ പറയുക. ഇവൻ അലസനായിട്ടിരിക്കുമ്പോഴാണ് ഈ അയലൊക്കത്തോട്ട് നോക്കുന്നത്. അലസത അവനുണ്ട്, ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ആ മനസ്സാണ് അവൻ മാറ്റേണ്ടത്. ചെകുത്താന് കിടന്ന് പണിയാനുള്ള അവസരം ഉണ്ടാക്കാതെ ദൈവകൃപ നിറയാനായിട്ട് ആ പയ്യൻ ആഗ്രഹിക്കുക. വചനം പഠിക്കാനായിട്ട് പറ്റും അവന്, അല്ലെങ്കിൽ അവന് ഒരു നല്ല ധ്യാനത്തിലൊക്കെ പങ്കെടുത്ത് നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റും. അത് കട്ട് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അടുത്ത കത്തിലേക്ക് പോകാമല്ലോ. ഞാൻ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ 3 വർഷമായി ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഈ കാര്യം എൻ്റെ വീട്ടിലറിഞ്ഞു. അച്ഛനും അമ്മയും അനുജനും അടങ്ങുന്ന എൻ്റെ കുടുംബം ആത്മഹത്യക്ക് വരെ തയ്യാറായി. ഞാൻ വീട്ടുതടങ്കലിലാണ്. എന്നോട് ആരും മിണ്ടാറില്ല. ഇനി അയാളെ കാണുകയോ സംസാരിക്കുകയോ ഇല്ലെന്ന് ആണയിട്ട് പറഞ്ഞിട്ടും അവർ വിശ്വസിക്കാൻ തയ്യാറല്ല. മോഡൽ എക്സാം എഴുതാൻ പോലും കൂടെ വരിക, തിരികെ കൊണ്ടുവരും. എൻ്റെ മനസ്സ് ആകെ വിഷമത്തിലാണ്. ഒന്നും പഠിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് എങ്ങനെ നന്നായി പഠിച്ചൊരു നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് കുട്ടിയുടെ കത്തിൻ്റെ ഉള്ളടക്കം. +2 പഠിക്കുന്ന വിദ്യാർത്ഥി 3 വർഷമായിട്ട് തീവ്ര പ്രണയത്തിലാണ്. അപ്പോൾ അത് 8th കഴിഞ്ഞ് 9th സ്റ്റാർട്ട് ചെയ്തു. ഹൈസ്കൂൾ തലത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ബന്ധമാണ്. അപ്പോൾ ആ ഏജിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആ കുട്ടി മനസ്സിലാക്കുക. ആദ്യമേ 2 കാര്യങ്ങളുണ്ടൊന്ന്, വീട്ടുകാർ വളരെ മോശമായിട്ട് ആ കുട്ടിയോട് പെരുമാറുന്നുണ്ട്. അതിനെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരാനുള്ളൊരു വഴിയല്ല അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 2 കാര്യങ്ങളാണ്.
ആദ്യമേ ഞാൻ ആ കുട്ടിയിലേക്കൊന്ന് വരികയാണ്. വളർച്ചയുടെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് അഡോളസെൻറ്റ് സ്റ്റേജാണ്. അഡോളസെൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 11 and 21 ആണ്. 11 മുതൽ 21 വരെയുള്ള കാലം. അപ്പോൾ ആ സമയത്ത് ഹോർമോൺ ചേഞ്ച് ചെയ്യുന്നു, ഹോർമോൺ പ്രൊഡക്ഷൻസ് തുടങ്ങുന്നു, കെമിക്കൽ ചേഞ്ചസ് വരുന്നു. അപ്പോൾ ആ ടൈമിൽ ഈ പെൺകുട്ടിയാണ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഹോർമോൺ പീരീഡ് ഇതെല്ലാം വരുന്ന സമയം. ഒരു 9th വരുമ്പോൾ അവൾ ആ ടൈമിൽ വരികയാണ്. അപ്പോൾ ആ സമയത്ത് അവൾക്കുണ്ടാകുന്ന ഒരു അട്രാക്ഷൻ, കൂടെ പഠിക്കുന്ന പയ്യനാവാം, കൂടെ പഠിക്കുന്ന പയ്യനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൗഹൃദം ഉണ്ടായതിൽ വലിയ ഒരു ആകാശം ഇടിഞ്ഞു വീഴുന്ന വലിയൊരു സംഭവമൊന്നും ഇല്ല. പക്ഷെ 3 വർഷമായിട്ട് വീട്ടുകാരത് അറിഞ്ഞില്ല. അപ്പോൾ അവളത് വിദഗ്ധമായിട്ടത് കൈകാര്യം ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു +1 +2 ആകുമ്പോഴത്തേക്ക് ഇവർ തിരിഞ്ഞു പോകുന്നൊരു ഇതാണ്. വേറൊരു ഇതിലേക്ക് പോകും, കുറച്ചുകൂടി പ്രൊഫഷണൽ കോഴ്സുകളിൽ എന്തിലേക്കും പോകും. അപ്പോൾ ആ സമയം ഈ പ്രണയം ഇച്ചിരി കൂടി തീവ്രമായി കാണും. കൂടുതൽ കാണാനും സംസാരിക്കാനും, പിന്നെ ഫോണ് കിട്ടിക്കാണും, മെസ്സേജസ്. രാത്രി മാതാപിതാക്കൾ ഉറങ്ങുമ്പോൾ മക്കൾ ഉണരാൻ തുടങ്ങും. 1 മണി, 2 മണി, 3 മണി ഈ സമയത്ത് അങ്ങനെയായിരിക്കും പിടിച്ചെന്ന് പറയുന്നത്. അപ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി മനസ്സിലാക്കേണ്ട ഒരു ഭാഗം, പേരൻസിന് കുട്ടികളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. അവർ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത് പിള്ളേരിൽ നിന്ന് റിട്ടേൺ ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. ഇവർ നമ്മളെ പ്രായമാകുമ്പോൾ ജോലി ചെയ്ത് നോക്കുമെന്നൊന്നും ഒരു പേരൻസും വിചാരിക്കുന്നില്ല. പേരൻസ് വിചാരിക്കുന്ന ഇവരുടെ കാര്യം ഇവർ നോക്കി നന്നായിട്ട് ജീവിക്കണം. അപ്പോൾ അവൾ ഒരിടത്തും എത്തിയിട്ടില്ല. ഇപ്പം ഈ സമയത്ത് അവൾ ഡൈവേർട്ട് ചെയ്തു പോയാൽ അവിടെ പഠനത്തെ അത് ബാധിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് സ്ട്രിക്റ്റായിട്ട് പേരൻസ് അവൾ മനസ്സിലാക്കേണ്ടത് സ്കൂളിൽ കൊണ്ടുവരുന്നു. കാരണം അവൾ അവരോട്, മാതാപിതാക്കളോട് അനീതി കാണിച്ചു, അവിശ്വസ്തത കാണിച്ചു. ആ കാണിച്ചത് തന്നെയാണ് മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ മാതാപിതാക്കൾ അവളെ സ്നേഹിക്കുന്നുണ്ട്. കാരണം അവളെ പഠിപ്പിച്ച് നല്ല ഒരു നിലയിലെത്തിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവരികയും ചെയ്യുന്നത്. അപ്പം അതൊരു വലിയ കുട്ടിയെ സംബന്ധിച്ചുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. അതാണ് അവളുടെ പ്രശ്നം എന്ന് പറയുന്നത്. പഴയ പോലെ അവനെ കാണാൻ പറ്റുന്നില്ല, അവനോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾ മനസ്സിലാക്കേണ്ടത് പേരൻസിന് എന്നെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ വലുതായതുകൊണ്ട് അവരുടെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ ഞാനിപ്പോൾ ഈ സമയത്ത് ഇത് ചെയ്തേ പറ്റൂ. രണ്ടാമത് അവൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കല്യാണം ആലോചിക്കാനൊരു സമയമുണ്ട്, കല്യാണം കഴിക്കാനൊരു സമയമുണ്ട്, ജീവിക്കാനൊരു സമയമുണ്ട്. അത് നമ്മൾ പ്രായപൂർത്തിയായി കഴിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ അല്ല ജീവിത പങ്കാളിയെ ചൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ പഠിച്ച് ഏത് നിലയിൽ വരുന്നോ ആ നിലയിൽ വന്നു കഴിയുമ്പോൾ നമ്മളെക്കാൾ എഡ്യൂക്കേഷനും നമ്മളെക്കാൾ കുടുംബ മഹിമയും എന്തുകൊണ്ടും നമ്മുടെ കുടുംബത്തോട് ചേരുന്ന ഒരു ബന്ധം നമ്മുടെ പേരൻസ് കണ്ടുപിടിച്ച് തരും. പിള്ളേർ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പേരൻസിന് അറിയാവുന്ന കാര്യമായത്. അതുകൊണ്ട് അവളെ സംബന്ധിച്ചിടത്തോളം പേരൻസിനോട് ക്ഷമ പറഞ്ഞ് ആ ബന്ധത്തിൽ നിന്ന് അവൾ എത്രയും വേഗം മാറി എന്ന് പേരൻസിനോട് അവളെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് അവൾ ശ്രമിക്കുക. നവീൻ, ഈ കേസിൽ പേരൻസിൻ്റെ നിലപാടിനെ കുറിച്ച് നവീൻ്റെ അഭിപ്രായം എന്താ? ഇതറിഞ്ഞപ്പോഴേ സൂയിസൈഡ് ചെയ്യുമെന്ന് പറയണത് അത് കൊച്ചിന് പോലും റോങ് മെസ്സേജ് കൊടുക്കുന്നതായിട്ട്. ഇനി അടുത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പം സൂയിസൈഡ് ഈസ് മൈ ഓപ്ഷൻ ഓൾസോ എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അതല്ലാതെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ നോക്കാനായിട്ടായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ തന്നെ ഈ 3 വർഷം ആ കുട്ടി ഇതിൽ 9ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള സമയം കൊണ്ട് നടന്നു പറഞ്ഞാൽ കുറച്ചുകൂടെ പേരൻസിന് കുട്ടിയുടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കാറുണ്ട്. കുട്ടിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയും അങ്ങനത്തെ കാര്യങ്ങളിലും അവർക്കൊരു പക്ഷേ വീഴ്ചകൾ വന്നിട്ടുണ്ട്. ആസ് എ പേരന്റ് എന്നുള്ള നിലയിൽ ഉള്ള റെസ്പോൺസിബിലിറ്റിയിൽ അവർ വീഴ്ചകൾ വന്നിട്ടുണ്ടാകാം തോന്നുന്നു. കുറച്ചുകൂടെയും കുട്ടിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും പഠിത്തത്തിന് വേണ്ടി മാത്രം നിർബന്ധിച്ച് വിടുന്ന മേ ബി ആഫ്റ്റർ സ്കൂൾ ട്യൂഷനും അങ്ങനത്തെ കാര്യങ്ങളിലേക്കും ഒക്കെ മാത്രം ശ്രദ്ധ കൊടുക്കുന്ന രീതിയിൽ പേരൻസ് ഒരു പക്ഷേ കുട്ടിയെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും കുട്ടിയുടെ വളർച്ചയുടെ സ്റ്റേജിൽ ശ്രദ്ധിക്കേണ്ടതും സമയം ചെലവഴിക്കേണ്ടതുമായ കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കേസുകളും ധാരാളം ഇപ്പോൾ കാണുന്നില്ല. പേരൻസ് ഇങ്ങനെ പഠിത്തം, ട്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. നവീൻ ട്യൂഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ട്യൂഷന് പോകുന്നത് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാനും പരസ്പരം കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാനുമാണ് കൂടുതലായിട്ടും +1 +2 വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ വരാറുണ്ട്. ട്യൂഷന് പോകുന്ന വഴിക്ക് വേറെ സ്കൂളിലെ കുട്ടികളെ കാണുന്നത്, അവനവൻ്റെ സ്കൂളിലെ കുട്ടിയാണെങ്കിൽ പുറത്തറിയത്തുള്ളൂ, വേറൊരു സ്കൂളിലെ കുട്ടിയാണെങ്കിൽ അത് പുറത്തറിയത്തില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ വളരെ സേഫായിട്ടുള്ള പ്രണയങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു പ്രശ്നമാക്കി എടുക്കാതെ അതിൻ്റെ ആ ഒരു റിയൽ സെൻസിൽ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പേരൻസ് പരാജയപ്പെടുന്നുണ്ട്. പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു +1 +2 ആയപ്പോഴത്തേക്ക് ഒത്തിരി സ്ട്രിക്റ്റ് ആയി കാണും. അവർ സ്ട്രിക്റ്റ് ആകുന്നതിൻ്റെ ഫലമായിട്ട് ആദ്യം ചെയ്യുന്ന TV കട്ട് ചെയ്യും, വീട്ടിലെ എൻ്റർടൈൻമെൻറ്റ്സ് എല്ലാം കട്ട് ചെയ്യും. പഠിക്കുക. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പഠിക്കുക എന്ന് പറഞ്ഞ് TV ഇല്ല,
ഒരു പാട്ട് കേൾക്കാൻ പറ്റത്തില്ല, മൊബൈലില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഏക രസം എന്ന് പറയുന്നത് ഈ പയ്യനാണ്. ഒരു എൻ്റർടൈൻമെൻറ്റാണിത്. ഇതിപ്പോൾ കല്യാണം കഴിക്കണോ വേണ്ട ഇതൊന്നും ഈ പിള്ളേർ ചിന്തിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് അവരെടുക്കുകയാണ്. അപ്പോൾ പേരൻസിനോട് ഞാൻ പറയുന്നത് ഈ കുട്ടിയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. ദൈവത്തെ ഓർത്ത് ഈ കുട്ടികൾ TV കാണരുത് എന്ന് പറഞ്ഞ് എല്ലാം കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ അമ്മമാർ വീട്ടിലിരുന്ന് പഠിച്ച് പിള്ളേരോട് ക്വസ്റ്റ്യൻ ചോദിച്ച് പിള്ളേരെ കൊണ്ട് എഴുതിച്ച് ഇത്രയും തലവേദന പേരൻസ് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പേരൻസിനോട് പറയുന്നത് കുട്ടികൾക്കെല്ലാം വേണം, സന്തോഷം വേണം, അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം, ഒരു 10 അരമണിക്കൂർ അല്ല ഒരു 40 മിനിറ്റ് TV അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം കാണിക്കുക. അത് കഴിയുമ്പോൾ അവന്ന് റിലാക്സ്ഡ് ആകും. അപ്പോൾ വേറെ കാര്യങ്ങളിലേക്ക് അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ ഈ ഫോണ് അല്ലെങ്കിൽ ഒത്തിരി ഐപോഡ് അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ പേരൻസ് തന്നെ വാങ്ങിച്ചു കൊടുക്കും. അപ്പം അങ്ങനെയുള്ള സമ്മാനങ്ങൾ കൊടുക്കാതിരിക്കുക. ഫോൺ ഉപയോഗിക്കുന്നെങ്കിൽ അമ്മയുടെയോ അപ്പൻ്റെയോ ഫോൺ ഉപയോഗിച്ചോളാൻ പറയുക. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ കുട്ടിയോട് എന്ത് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കണം? പെട്ടെന്ന് ഈ കുട്ടിയോട് നമ്മളിത് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ ചിലപ്പോൾ പറയുമായിരിക്കും ഞാൻ ഈ 2-3 വർഷം പ്രണയിച്ചതാണ്, അപ്പം ഞാൻ അവനെ എങ്ങനെ വഞ്ചിക്കുന്നു, എൻ്റെ വാക്കിന് വിലയില്ലേ. അതാണിപ്പോൾ പലപ്പോഴും പറയാറുള്ളത് പിള്ളേർ. അപ്പം അതിന് കുട്ടിയോട് എനിക്ക് പറയാനുള്ളൊരു കാരണം, അവളുടെ ഒരു കയ്യിൽ അപ്പൻ, അമ്മ, ആങ്ങള, പ്രിയപ്പെട്ടവർ എല്ലാവരും, ഒരു കയ്യിൽ മറ്റു പയ്യനെയും വെക്കുക. ഇതിലേതാ ഇവക്ക് പ്രിയപ്പെട്ടത്? ഏറ്റവും വേണ്ടത് അപ്പനാണോ, അമ്മയാണോ, ആങ്ങളെയാണോ, കുടുംബമാണോ, അതോ ഈ 3 വർഷം കണ്ട ഇവനാണോ, 17 വർഷം കണ്ട പേരൻസ് ആണോ? അവൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അവൾക്ക് മനസ്സിലാകും പ്രിയപ്പെട്ട പേരൻസ് തന്നെയാണ് അവൾക്ക് വലുതെന്ന്. മറ്റേത് ഒന്ന് ടെമ്പററി നമ്മൾ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യാൻ ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം അവൾ വാക്ക് കൊടുത്തത് വാക്ക് വ്യത്യാസം കാണിക്കുക എന്നുള്ളതല്ല. പേരൻസിൻ്റെ അനുഗ്രഹാശിസുകളോടെ, എല്ലാവരുടെയും അനുഗ്രഹാശിസുകളോടെ നടക്കേണ്ട ഒന്നാണ് വിവാഹം. അത് അവൾ തന്നെ തീരുമാനിക്കേണ്ട അല്ല, തന്നെ തീരുമാനിക്കുന്ന പങ്കാളിയുമായിട്ട് നടക്കേണ്ടതല്ല. അവൾ ആദ്യം പഠിക്കട്ടെ, ജോലി വാങ്ങിച്ച് സ്വന്തം കാലിൽ നിന്ന് കഴിയുമ്പോൾ അവൾക്ക് പേരൻസിനോട് പറയാൻ പറ്റണം. അവരുടെ എല്ലാം കൊണ്ടും അവർക്ക് നിലയ്ക്കും വിലയ്ക്കും പറ്റുന്ന ആളാണെങ്കിൽ എനിക്ക് തോന്നുന്നു പേരൻസ് ഒന്നും പറയില്ല ആ സമയത്ത്. ഇവള് കുട്ടിയായതുകൊണ്ടാണ് പേരൻസ് ഇത്രയും പറയുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലിട്ടിപ്പോൾ ലാളിക്ക് വെച്ച് കൊണ്ടുപോകണ്ട, അത് കട്ട് ചെയ്യുക, പഠിത്തത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുക, അവളുടെ റൂട്ട് ചേഞ്ച് ചെയ്യുക. അത് ആണ് അവൾ ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് ചെയ്യേണ്ടത് പഠനത്തിൽ ഒരു നല്ല ടൈം മാനേജ്മെൻറ്റ്, ആവശ്യമില്ലാത്ത ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്യുക. അവളൊരു നല്ല ഒരു കൃത്യനിഷ്ഠയുള്ള ഒരു കുട്ടിയാവുക. നല്ലൊരാഗ്രഹം, നല്ല സ്വപ്നങ്ങൾ ഒക്കെ മനസ്സിൽ വീണ്ടും ഉണ്ടായിക്കോളും. പേടിക്കേണ്ട, അവൾക്ക് നന്നായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ജീവിത മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നതിലാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ വ്യക്തിത്വം. അതിന് തടസ്സമായി നിൽക്കുന്നത് എന്തായാലും നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കറ്റ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതാൻ മറക്കരുത്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരേക്കും നന്ദി.